സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അപ്പോൾ അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന് സംഭവം. അവളിടുണ്ട് കറാമയിലുണ്ടെന്ന് ഉറപ്പാ, 100% ഉറപ്പാ. ഞാൻ കൂട്ടുകാരോടും പറഞ്ഞു ഇവിടെ കാണുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഫോട്ടോ എടുത്തിട്ടൊന്ന് അയക്കണേന്ന് പറഞ്ഞാൽ. ഹലോ ഗൈസ്, എന്തായാലും ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതായത് വേറൊന്നുമല്ല, കേരളത്തിൽ നിന്നും മുങ്ങിയ, അതായത് ദുബായിലേക്ക് മുങ്ങിയ ഒരു കക്ഷിയെ നിങ്ങൾക്ക് അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ മരണപ്പെട്ടത്, അതിന് കാരണക്കാരിയായിട്ടുള്ള ഷിംജിത എന്ന് പറയുന്ന ആ നാണം കെട്ടവൾ ദുബായിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വോയിസ് റെക്കോർഡ് ഇപ്പൊ വന്നിരിക്കുകയാണ്. അതായത് അവള് ദുബായ് കരാമയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു ഫോൺ സംഭാഷണമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ദുബായ് കരാമ ഭാഗത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേൾക്കുക. ബ്രോ, ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 11 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നൈഫിലാണ് താമസം. കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ബസ്സിൽ കയറിയിട്ടാകുമ്പോൾ ഒരു കണ്ണൂരിലുള്ള ഒരു തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടതാ. പക്ഷെ അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അവളൊന്ന് കാണണം, അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന്, പിന്നെ നാളെ ഒന്ന് കാണാൻ പോകണം, നീ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അവൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അപ്പോൾ അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന് സംഭവം. അവളിടുണ്ട് കറാമയിലുണ്ടെന്ന് ഉറപ്പാ, 100% ഉറപ്പാ. ഞാൻ കൂട്ടുകാരോടും പറഞ്ഞു ഇവിടെ കാണുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഫോട്ടോ എടുത്തിട്ടൊന്ന് അയക്കണേന്ന് പറഞ്ഞാൽ. ദുബൈയിൽ നിന്ന് നമ്മുടെ ഒരു ഫോളോവർ ആയിട്ടുള്ള ഒരാളാണ് ഇത് അയച്ചു തന്നിരിക്കുന്നത്. അദ്ദേഹം ജോലി കഴിഞ്ഞ് അവിടുത്തെ ബസ്സിൽ വരുന്ന സമയത്ത് തൊട്ടടുത്ത ഒരാള്, കണ്ണൂരുകാരനായിട്ടുള്ള ഒരാളാണ്, സ്ലാങ് കേട്ടിട്ടാണ് മനസ്സിലാക്കിയത്. അയാൾ പറയുന്നതാണ് ഇവിടെ വന്നിട്ടുണ്ട്, കരാമയിൽ എത്തിയിട്ടുണ്ട്, അവളെ കാണാനായിട്ട് പോകണം എന്നുള്ള ഭയങ്കര വലിയ ആഗ്രഹത്തിലാണ് പുള്ളി ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കരാമയില് അല്ലെങ്കിൽ ദുബൈയില് ഇവളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ആരെങ്കിലും കരാമ ഭാഗത്ത് വെച്ച് ഇവളെ കാണുകയാണെന്നുണ്ടെങ്കിൽ പിടിച്ചു കെട്ടി പോലീസിൽ കൊടുക്കുവോ, ഫോട്ടോ എടുത്ത് നാട്ടുകാരെ എത്തിക്കുവോ, എങ്ങനെയെങ്കിലും ഇവിടെ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുക. അത് നിങ്ങൾക്കാണ് കേരളത്തിലുള്ള പോലീസുകാരെക്കാളും നന്നായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. അതിനുശേഷം അവിടെയുള്ള പ്രവാസി സംഘടനകളും കാര്യങ്ങളും എല്ലാമാണ് ബാക്കിയുള്ള കാര്യങ്ങളും തീരുമാനങ്ങളും എടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്കായിട്ട് ഞാൻ വിട്ടുതരികയാണ്. നിങ്ങൾ നന്നായിട്ട് നോക്കുക. പല വേഷത്തിലും അവൾ ആ കരാമയിലൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. എല്ലാരും കേട്ടല്ലോ, അവള് സുരക്ഷിതയായിട്ട് അങ്ങ് ദുബായിൽ എത്തി. ഇനിയിപ്പോ അവള് സുഖിക്കുമല്ലോ. കാരണം അവൾക്ക് കേരളത്തിലല്ലേ നിൽക്കാൻ പറ്റാതെ ഉള്ളൂ. അവള് ദുബായിലേക്ക് പറന്നതും കടന്നു കളഞ്ഞതും ഒളിച്ചോടിയതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. അവൾക്കറിയാം അവള് ചെയ്ത് തെറ്റാണെന്നും അവൾക്ക് നല്ല രീതിയിൽ 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നതെന്നും നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അവള് മുങ്ങിക്കളഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നിയമ സംവിധാനം ഇവളെ സഹായിച്ചിട്ടുണ്ടാവുമോ? കാരണം പ്രതിസ്ഥാനത്തൊരു സ്ത്രീ ആണല്ലോ. അതുകൊണ്ട് തന്നെ പോലീസുകാരും അല്ലെ നിയമത്തിന്റെ സഹായം ഇവൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. അതുപോലെ തന്നെ ഇവളെ ഗൾഫിലൊക്കെ സഹായിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു സഹോദരൻ പറഞ്ഞ പോലെ തന്നെ അവിടെയുള്ള മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇവളെ കാണുവാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ ഫോട്ടോസ് എടുത്ത് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ പിടിച്ചു കെട്ടി അവിടെ ഏൽപ്പിക്കണം അവളെ. കാരണം അവൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. ആ ഒരു അച്ഛന്റെയും അമ്മയുടെയും കണ്ണീര്, അവരുടെ കണ്ണീര് തോർന്നിട്ടില്ല. ഈ ജീവിത അവസാനം മുഴുവൻ ആ അച്ഛന്റെ അമ്മയുടെ കണ്ണീര് തോരുവോ? ആ ഒരു മകൻ മരണപ്പെട്ടത് ഏതെങ്കിലും അപകടമോ അല്ലെങ്കിൽ വല്ല അസുഖമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ പോലും അവർ കുറച്ചെങ്കിലും അവർക്ക് ഒരു സഹിക്കാൻ അവർക്ക് പറ്റില്ല. പക്ഷെ ഈ ഒരു രീതിയിൽ ആ ഒരു മകന്റെ മരണം ഒരിക്കലും ആ മാതാപിതാക്കൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിന് കാരണക്കാരിയായിട്ടുള്ള അവൾ രക്ഷപ്പെടാൻ പാടില്ല. അവൾ ഇനിയിപ്പോ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവളെ പിടിക്കണം. അവൾ ചെയ്തതിന്റെ ശിക്ഷ അവൾക്ക് കിട്ടണം. ഇത് ഓരോ അവളുമാർക്കും ഉള്ള ഒരു മറുപടിയാണ്. അതായത് ഇതുപോലെ റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് അവളുമാരുണ്ട്. ബസ്സിലും അതുപോലെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പുരുഷന്മാരെ കുരുക്കാൻ നോക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയകളിലെ റീച്ചിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം കാണിച്ചു കൂട്ടുന്ന ചില പ്രഹസനങ്ങളുണ്ട്. അങ്ങനെ കാണിക്കുന്ന അവളുമാർക്കൊക്കെ ഉള്ള ഒരു മറുപടി തന്നെയാണ് ഈ ഒരു സംഭവം. ഇനി ഒരിക്കലും ഒരു പുരുഷനും ഈ രീതിയിലുള്ള ഒരു അപമാനം ഉണ്ടാവരുത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പൊ ഒരുപാട് ചർച്ചകൾ നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ബസ്സിൽ കയറാൻ പോലും പുരുഷന്മാർക്ക് ഇപ്പൊ പേടിയാണ്. കാരണം അവളെ ഏത് രീതിയിലാണ് കൊടുക്കുക എന്നുള്ളത് അറിയത്തില്ലല്ലോ. എന്നെ കുട്ടിക്ക് താങ്ങാൻ പറ്റിണ്ടാവില്ല. ആരൊന്നും എനിക്ക് പറയാം. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ കുട്ടി ഇങ്ങനെ എൻ്റെ മുഖം ഓർമ്മ. കുട്ടി ഇത് ചെയ്താഞ്ഞത് എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അത്രത്ത ഒരു പേർക്ക് ഈ വയസ്സ് വരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് എൻ്റെ കുട്ടി പറയിപ്പിച്ചിട്ടില്ല. എൻ്റെ കുട്ടിക്ക് താങ്ങാൻ പറ്റുണ്ടാവില്ല. അതോടെ ആ അമ്മ പറയുന്നത് കേട്ടില്ല, ആ മകനെ കുറിച്ച് പറയുന്നത് കേട്ടില്ല, എൻ്റെ കുട്ടിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളത്. ഈ അമ്മയുടെ കണ്ണീര് കാണുന്നവരാരും തന്നെ അവളെ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ കുറെ ആൾക്കാർ അവൾക്ക് സപ്പോർട്ടായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. കുറെ ആങ്ങളമാരും കുറെ അധികം സ്ത്രീകളും ഇവൾക്ക് സപ്പോർട്ടായിട്ട് എത്തുന്നുണ്ട്. അവളെ ചെയ്തതിൽ എന്താണ് തെറ്റ്
ഇനി അവളെയും സൈബർ അറ്റാക്ക് ചെയ്ത് അവളും മരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണങ്ങള് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കാണ് ഇതുപോലെ വരുന്നതെങ്കിൽ, അല്ലെ നമ്മുടെ മക്കൾക്കാണ് ഇങ്ങനെ വരുന്നെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ആ അമ്മയുടെ സ്ഥാനത്ത് നമ്മളാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒരിക്കലും അവളെ സപ്പോർട്ട് ചെയ്യരുത് എന്ന്. കാരണം അവൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ആ നിമിഷം അവിടെ വെച്ച് അവൾ പ്രതികരിക്കണമായിരുന്നു. അല്ലാതെ അവൾ അത് വീഡിയോ എടുത്തത് എന്തിനു വേണ്ടിയിട്ട്? അവളുടെ ആ ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവളുടെ ലാസ്റ്റ് ആ ഒരു ഫേസ് നിങ്ങൾ കണ്ടില്ലേ? അതിൽ അവള് ചിരിച്ചാണ് നിൽക്കുന്നത്. കാരണം അവള് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നു എന്നുള്ളൊരു സന്തോഷം അവളുടെ മുഖത്തുണ്ടായിരുന്നു. അവള് ചെയ്ത ആ ഒരു ക്രൂരതയുടെ ഫലമാണ് ആ ഒരു സഹോദരൻ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇന്ന് ഇല്ലാതായത്. ഒരിക്കലും ആരൊക്കെ മറന്നാലും, ആരൊക്കെ ഈ ഒരു വിഷയം മറന്നാലും, ആ അച്ഛനും അമ്മയും അവരുടെ ഈ ഒരു ജീവിത അവസാനം വരെ ഈ ഒരു മകനെ ഓർത്ത് അവർ വേദനിച്ചുകൊണ്ടേയിരിക്കും. വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? കറക്റ്റ് ആയിട്ട് ആ ഒരു നടന്ന സംഭവത്തെയാണ് അവരത് വീഡിയോ ആക്കി ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദീപക് എന്ന് പറയുന്ന ആ ഒരു സഹോദരന് നടന്ന സംഭവമാണ്. രാവിലെ വീട്ടിൽ നിന്നും സന്തോഷത്തോടു കൂടി ജോലിക്ക് പോയ ആ ഒരു സഹോദരൻ വൈകുന്നേരം വന്നപ്പോൾ നാണം കെട്ട ഒരവസ്ഥ. കാരണം ബസ്സിനകത്ത് അയാളെ കുടുക്കിയത് അറിഞ്ഞില്ല. ആ ഒരു യക്ഷി വീഡിയോ എടുത്തപ്പോൾ അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരു ചതി, അല്ലെ ഇങ്ങനൊരു കൊടും ക്രൂരത അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആ ഒരു സഹോദരൻ മനസ്സിലാക്കിയിരുന്നില്ല. വൈകുന്നേരമാണ് മനസ്സിലാകുന്നത് ഇതായിരുന്നു ആ ഒരു കെണി എന്നുള്ളത്. സഹിക്കവയ്യാതെ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്നു. കാരണം പുള്ളിക്ക് അറിയാം ഈ ഒരു വിഷയത്തിൽ പുള്ളിക്ക് നീതി ലഭിക്കില്ല, പുള്ളിയെ എല്ലാവരും അപമാനിക്കും, അല്ലെങ്കിൽ അപമാനിതനായി. ആ ഒരു പേരിൽ പുള്ളി ജീവൻ തന്നെ കളഞ്ഞു. പക്ഷെ ആ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അത് അവളുടെ നാടകമാണ്, അത് അവള് റീച്ചിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത്. ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാവരും ദീപകിന്റെ ഒപ്പം തന്നെയായിരുന്നു. പക്ഷെ അത് കാണാൻ ദീപക് ഇന്ന് ഈ ഒരു സമൂഹത്തിന് ഇല്ലാതെ പോയി. ഞാൻ ഇപ്പോൾ കുറേ വീഡിയോസ് കാണുന്നുണ്ട്. എൻ്റെ വാർഡിലെ മെമ്പറായിരുന്നു ഇവള്. അരീക്കോട് പഞ്ചായത്തിലെ 14-ാം വാർഡിലെ മെമ്പർ. നമുക്ക് ഇവളെ പറ്റി പറയുകയാണെങ്കിൽ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു തീട്ട മെമ്പറായിരുന്നു ഇവള്. ഓക്കെ, നാട്ടുകാർക്ക് പോലും അറിയില്ല അത് മെമ്പറാണോ എന്നുള്ളത്. ഞാൻ തന്നെ അന്തം വിട്ടുപോയി എൻ്റെ നാട്ടിലെ മെമ്പറായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ. കാരണം ഞാൻ 5-6 വർഷമായിട്ട് ഗൾഫിലാണ്. എന്നാലും നാട്ടുകാർക്കും ചിലവർക്കൊന്നും അറിയില്ല ഇത് മെമ്പറാണ് എന്നുള്ളത്. കാരണം ഇത് പേര് മെമ്പർ മാത്രമേ ഉള്ളൂ, ആള് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ മെമ്പറാക്കിയ പാർട്ടി പോലും ഇവളെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പം അത്യാവശ്യം നല്ല മതിപ്പാണ് നാട്ടിലുള്ളവർക്ക്. അപ്പോൾ ഈ കേസ് വന്ന സ്ഥിതിക്ക് പട്ടി വില പോലും ഇല്ലാന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. കുറേ തീട്ടങ്ങളുണ്ട്, ഇങ്ങനെ മൊബൈലും പൊക്കി പിടിച്ച് നടക്കും. കണ്ടവന്മാരെ എന്തെങ്കിലും ചെറിയ കുറ്റങ്ങൾ വരെ കണ്ടിട്ട് അത് മൊബൈലിൽ പിടിച്ചിട്ട് അത് പബ്ലിഷ് ചെയ്യും, ലൈക്ക് കിട്ടാൻ വേണ്ടി. എന്താ പറയുക, ഇതുപോലത്തെ ഊളകളെ 5-6 വർഷമായിട്ട് ഞാൻ ഗൾഫിലായതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. പരിചയം ഏതായാലും കൊടുവില്ല, കാണാൻ വരെ സാധിച്ചാകാത്ത വലിയ ഭാഗ്യമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ ഈ തീട്ടത്തിനൊക്കെ കണ്ടിട്ട് നമുക്ക് കിട്ടാൻ ഇതുപോലത്തെ ഓരോ മാരണങ്ങൾ. ഈ പാവത്തിന്റെ ജീവൻ കളഞ്ഞ് അല്ല എന്താ പറയാന്.